മാലിന്യവാഹിനിയായി കട്ടപ്പനയാർ. ഏതാനും ദിവസങ്ങളായി കട്ടപ്പനയാറിലെ ജലത്തിന് നിറവ്യത്യാസവും ദുർഗന്ധവുമുണ്ട്. നഗരത്തിൽ നിന്നുള്ള മാലിന്യം കൈത്തോടുകളിലേക്ക് തള്ളുന്നതാണ് കട്ടപ്പനയാർ മലിനമാവാൻ കാരണമാകുന്നത്. ആറിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ സാംക്രമിക രോഗ ഭീഷണി മുന്നിൽ കണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. വിഷയം സംബന്ധിച്ച് നഗരസഭ അധികൃതർ മുമ്പാകെ പരാതികൾ നൽകിയെങ്കിലും നടപടി വൈകുന്നു. വേനലിന്റെ തുടക്കത്തിൽ തന്നെ കട്ടപ്പനയാർ വറ്റി തുടങ്ങിയിരുന്നു. നിലവിൽ വേനൽ കടന്നതോടെ വരൾച്ചയുടെ വക്കിലൂടെയാണ് കട്ടപ്പനയാർ കടന്നു പോകുന്നത്. നിലവിൽ നീരൊഴുക്ക് ചെറിയ തോതിൽ മാത്രമാണുള്ളത്. നിരവധി കുടിവെള്ള പദ്ധതികളുടെ അടക്കം ഏക ആശ്രയമാണ് കട്ടപ്പനയാർ. ആറ് കടന്നു പോകുന്ന മേഖലയിലെ ആളുകൾ തുണി അലക്കുന്നതിനും മറ്റുമായി ഈ ജലം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കട്ടപ്പനയാർ മലീമസമായി കിടക്കുന്നത്. വലിയ തോതിലുള്ള മാലിന്യ നിക്ഷേപമാണ് ആറ്റിലേക്ക് നടക്കുന്നത്. ഇവിടെ ഈ കട്ടപ്പനയാറിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. കാരണം ടോയ്ലറ്റ് മാലിന്യങ്ങൾ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് വേനലാവുമ്പോഴത്തേക്കും കൊണ്ട് തോട്ടി തട്ടുകയാണ് പതിവ്. അത് പൂർണ്ണമായിട്ടും കുറച്ച് വെള്ളം മാത്രം ഉള്ളതുകൊണ്ട് ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് പരിസരവാസികൾക്ക് ദുർഗന്ധം കാരണം വീട്ടിലും റോഡിലൂടെയും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. ആറുമായി ബന്ധപ്പെട്ട വെള്ളം ശേഖരിക്കുന്ന കുടുംബങ്ങളടക്കം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും അടക്കമുള്ള മാലിന്യം കട്ടപ്പനയാറ്റിലേക്ക് ഒഴുക്കിവിടുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. കൂടാതെ കക്കൂസ് മാലിന്യം അടക്കം ഈ ആറ്റിലൂടെ ഒഴുകി വരുന്നതായി ആറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ പറയുന്നു. നിലവിൽ ആറ്റിലെ ജലത്തിന് വലിയ ദുർഗന്ധവും അനുഭവപ്പെടുന്നുണ്ട്. കട്ടപ്പനയാർ മലീമസമായതോടെ ഇതിന് സമീപത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ സാംക്രമിക രോഗ ഭീഷണിയിലുമാണ്. വിഷയം സംബന്ധിച്ച് നിരവധി തവണ നഗരസഭയിൽ പരാതി അടക്കം പറഞ്ഞെങ്കിലും ഈ ആറിന്റെ തീരപ്രദേശത്ത് അണുനാശിനി ഇട്ടുപോയതല്ലാതെ മറ്റു നടപടിയിലേക്ക് കടന്നില്ല എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. അടിയന്തരമായി കട്ടപ്പനയാറ്റിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാലിന്യ നിക്ഷേപത്തിന് തടയിടാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.